രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു വലിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് RSS മേധാവി മോഹൻ ഭാഗവത്. ക്ഷേത്ര മസ്ജിദ് തർക്കങ്ങൾ ആവർത്തിക്കുന്നത് അസ്വീകാര്യമാണെന്നും രാജ്യത്തെ മതസൗഹാർദ്ദത്തിനെ ഇത് വലിയ തരത്തിൽ ബാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. പൂനെയിൽ നടന്ന വിശ്വഗുരു ഭാരത് എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്. RSS അജണ്ടയ്ക്ക് എതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസംഗം. ഇത് ഏതു തരത്തിൽ RSSനെ പ്രതിസന്ധിയിലാക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. രാമക്ഷേത്രം ഹിന്ദുക്കളുടെ വികാരമായിരുന്നു. അയോധ്യയിൽ അതിന്റെ നിർമ്മാണം സ്വപ്നപൂരിതമായ ഒരു കഥയായിരുന്നു. എന്നാൽ മറ്റിടങ്ങളിൽ സമാന തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് വിദ്വേഷത്തിന് വഴിയൊരുക്കും. രാമക്ഷേത്രത്തെ ഒരു പ്രത്യേക സംഭവമായി കാണണം. ഇതായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം. മതങ്ങൾ തമ്മിലുള്ള ഭിന്നത പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നത് ഹിന്ദു ആചാരത്തിനും സംസ്കാരത്തിനും വിരുദ്ധമാണെന്ന് ഭാഗവത് പറഞ്ഞു. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അപമാനിക്കുക, വിദ്വേഷം വളർത്തുക, ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുക, ഇവയെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇങ്ങനൊരു പ്രസ്താവനയുമായി രംഗത്ത് വരുമ്പോഴും മറുവശത്ത് സമാനമായ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ദിനം പ്രതി വർദ്ധിക്കുകയാണ്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UPയിലെ ഷാഹി ജുമാ മസ്ജിദും രാജസ്ഥാനിലെ അജ്മീർ ഷരീഫും ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് ഇടയാകുന്നു. ഇവയെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. UPയിലെ ഷാഹി ജുമാ മസ്ജിദ് വിഷയം നോക്കുകയാണെങ്കിൽ പൗരാണിക കാലത്ത് ഈ ഭൂമി എന്തായിരുന്നു എന്ന ചോദ്യത്തിന്റെ മറവിലാണ് ഈ തർക്കം ഉയരുന്നത്. വ്യത്യസ്ത വിശ്വാസങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം ഇന്ത്യൻ ദേശീയതയുടെ അടിത്തറയാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇതിനെ തകർക്കുന്നത് നമ്മുടെ പൈതൃകത്തോടുള്ള വെല്ലുവിളി കൂടിയാണ്. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം ഇപ്പോഴും ഇന്ത്യയുടെ മുഖഛായ ആയിരുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആരാധനാലയങ്ങൾ സാമൂഹ്യ സൗഹാർദ്ദത്തിന്റെ ഭാഗമാകേണ്ടതിൽ നിന്നും കലഹത്തിന്റെയും വിദ്വേഷത്തിന്റെയും വേദികളായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അയോധ്യയിലെ ചരിത്ര വിജയം RSSന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് മറ്റൊരു തുടക്കമാവുകയാണ് ചെയ്തത്. പിന്നീട് രാജ്യത്തിന്റെ പല ഭാഗത്തും രാമക്ഷേത്രത്തിന് സമാനമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. വിശ്വാസങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും മഹത്വമാണ് എല്ലാ മതപുസ്തകങ്ങളിലും ഉദ്ഘോഷിക്കുന്നത്. ഭാരതീയ പൈതൃകത്തിന്റെ പേരിൽ ഹിന്ദുക്കളുടെ മേൽക്കോയ്മ ഉറപ്പുവരുത്താനാണ് RSS എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ അധിക്ഷേപിച്ച് ഭൂരിപക്ഷ സമുദായത്തിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് RSSന്റെ പ്രധാന തന്ത്രം. ഇന്ത്യയുടെ എക്കാലത്തെയും ശക്തി അതിന്റെ മതസൗഹാർദ്ദവും വൈവിധ്യവുമായിരുന്നു. എന്നാൽ RSSന്റെ ഹിന്ദുത്വ അജണ്ട ഈ പൈതൃകത്തെ വിഭജിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം മസ്ജിദ് തർക്കങ്ങൾ വർദ്ധിച്ചത് സമുദായങ്ങൾ തമ്മിലുള്ള സമ്മർദ്ദത്തിന്റെയും വിരോധത്തിന്റെയും പാത തുറന്നുകൊടുത്തു. ഇന്നീ കാര്യങ്ങൾ എങ്ങനെ ഇന്ത്യൻ ജനതയെ ബാധിക്കുന്നു? വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഇതെങ്ങനെ നേരിടുന്നു? മതത്തിന്റെ രാഷ്ട്രീയ ദോഷഫലങ്ങൾ എങ്ങനെ സമൂഹത്തെ തകർക്കുന്നു എന്നീ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്.